ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളിയായിട്ടുള്ള ചക്ക മൂട ഉണ്ടാക്കാം. അപ്പോൾ ചക്കൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ചക്ക ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ മതി. മാങ്ങ കൊണ്ട് ഇങ്ങനത്തെ ഉണ്ടാക്കലുണ്ട്. പണ്ടൊക്കെ ഉമ്മമാർ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റിയതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ഞാൻ 2 കപ്പ് പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് അരച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് അരമുറി തേങ്ങയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ചക്കയുടെ പകുതി ഭാഗവും മുറിച്ച് എടുത്തതാണ്. കാൽഭാഗം, പകുതിയിൽ നിന്നൊരു കാൽഭാഗം പീസ് ചെറുതായി മുറിച്ചെടുത്തതാണ്. അങ്ങനെ ഇതാ തേങ്ങ അരമുറി തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ചക്ക പീസാക്കിയതും വെല്ലം ഉരുക്കിയതും ചേർക്കുന്നതാണ്. അങ്ങനെ വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ അരിപ്പയിൽ അരിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുര ബാലൻസിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വെല്ലം ഉരുക്കിയത് ഇതിലേക്ക് ചേർക്കാം. നല്ലപോലെ അരച്ചെടുക്കാം. ജാറെല്ലാം പെട്ടെന്ന് അരച്ച് കിട്ടും. അമ്മിയിലും അരക്കാം, നല്ലതാണ്. അങ്ങനെ അത് അരച്ചത് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലൂസായിപ്പോയി. ഇത്ര ലൂസിൽ വേണ്ട, കുറച്ച് ലൂസായാലും നമുക്ക് അരിപ്പൊടി ചേർക്കാം. പത്തിരിൻ്റെ പൊടി കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതിലേക്ക് തേങ്ങക്കൊത്ത് ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ചില ആളൊക്കെ ഇങ്ങനെ ചക്ക പീസാക്കി ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കലുണ്ട്. ഞാനങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ്, എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇതാ കുറുക്കുട്ടി ഇല കുറേ നമ്മൾ മുറ്റത്ത് തന്നെ ഉണ്ടായിന്, അതിൽ നിന്ന് പറിച്ചതാണ്. അപ്പോൾ ഈ ഇലക്ക് വേറെന്ത് പേരുണ്ടോയെന്ന് അറിയില്ല. നമ്മളെ നാട്ടിൽ, കാസർഗോഡ് നാട്ടിൽ കുറുക്കുട്ടി ഇലയാന്ന് പറയൽ. അങ്ങനെ ഇതാ ഈ രൂപത്തിലായി. നമുക്ക് ഈ ഇലയിലേക്ക് അതിനെ കോരി വയ്ക്കാം. ഒരു 4-5 കയ്യിൽ ഒഴിച്ചതിന് ശേഷം ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ മടക്കിയെടുത്ത് ഇതിൻ്റെ ചൊട്ട് കളയാതെ ഇതിങ്ങനെ ചുരുട്ടി കൊടുക്കാനാണ് ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ എല്ലാം ഇതുപോലെ ആക്കിയിട്ടെടുത്താൽ മതി. അങ്ങനെ നമുക്ക് അപ്പച്ചമ്പ് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലാം ഇട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ ആക്കിയെടുത്തിട്ട് അങ്ങനെ നല്ല അപ്പച്ചമ്പിൽ വെച്ച് വേവിച്ച് ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും നല്ല വെന്ത് കിട്ടും. അങ്ങനെ നമ്മളുടെ അപ്പമൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. മാവ് ലൂസായതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. അങ്ങനെ നമുക്കിത് കഴിച്ച് നോക്കാം. അങ്ങനെ ഫ്രിഡ്ജിലെല്ലാം വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ നമ്മളുടെ അപ്പമൊക്കെ നല്ല റെഡിയായിട്ടുണ്ട്. നമുക്ക് നല്ല കട്ടൻ ചായയും കൂട്ടി കഴിക്കാം. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമ്മളുടെ അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ലൂസായതുകൊണ്ട് ഇങ്ങനെ ഇലയിലെല്ലാം പറ്റിപ്പിടിച്ചിട്ടുണ്ട് കുറച്ച്. എന്നാലും അത് തണിഞ്ഞാൽ നല്ലതിൽ അടത്തി കിട്ടും. അങ്ങനെ നമ്മുടെ അപ്പം കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും. അത്രയ്ക്കും ടേസ്റ്റാണ്. അങ്ങനെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി